ന്യൂസ്. നീ കാണുമ്പോൾ വീടായില്ല എന്ന് പറഞ്ഞ് നടക്കാതെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതി, ആ പദ്ധതിയെ കുറിച്ച് നീ കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല. ആ, നീ എങ്ങനെ കേൾക്കും? നിനക്ക് അതിനൊന്നും സമയമല്ലല്ലോ. 25 കുടുംബങ്ങൾ ചേരണ ഒരു നഗറിന് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി സർക്കാർ 1 കോടി രൂപയാണ് അനുവദിക്കുന്നത്. 1 കോടി രൂപ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി. ഇതൊക്കെ ഇപ്പം നിലവിലുള്ള പദ്ധതിയാണ്. 1000-ലധികം ഗ്രാമങ്ങളിൽ ഈ പദ്ധതി അനുസരിച്ചിട്ട് ഒരുപാട് സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞ്. ഇത് വല്ല നീയൊക്കെ അറിയണുണ്ട? എവിടെ? ഇനിയിപ്പോൾ ഒരു പ്രദേശത്ത് 5 പട്ടിക വിഭാഗ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വയ്ക്ക്. അവിടെ ഐശ്വര്യ ഗ്രാമം എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കുകയാണ്. സർക്കാർ എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു തരണം. എന്നിട്ട് നിങ്ങളൊക്കെ ഇത് നേടിയെടുക്കാതെ ഇങ്ങനെ വീടില്ലേ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. പോയി ഈ പദ്ധതിയിൽ ചേർന്നിട്ട് നമ്മളെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നോക്ക്. പോ. ഇപ്പൊ കണ്ടാലും വീടില്ല. ഒരു ദോശയും കൂടെ കഴിക്കട്ടെ. ഈ ഉണ്ടാക്കി വെക്കണൊക്കെ പിന്നെ ആർക്കാണ്? മതിയടി, ആവശ്യമുണ്ട് ഞാൻ കഴിച്ചോളും. ആവശ്യം കഴിക്കും. ഏട്ടൻ നല്ലപോലെ മെലിഞ്ഞു വരുന്നുണ്ട്. ഞാൻ നല്ല ഗുണ്ടുമായിട്ട് വരുന്നുണ്ട്. കുറച്ച് ആഹാരം കണ്ടോ. ഞാൻ എന്തോരം കുറച്ചായിട്ടാ കഴിക്കുന്നത്. മനസ്സ് നല്ലതാ, അതുകൊണ്ട് അങ്ങനെ വരുന്നത്. മനസ്സുള്ളവർക്ക് മനസ്സ് ആഗ്രഹിക്കുന്ന പോലെ രൂപമായിരിക്കും. മനസ്സ് നന്നവര് നന്നായിക്കൊണ്ടേ കഴിച്ചില്ലേലും നന്നാവുന്ന, അങ്ങനെ പറയണം. ഇപ്പൊ എന്ത് കഴിക്കുന്നില്ലേ? വിശപ്പില്ല. അപ്പൊ തന്നെ കഴിക്കണ്ട. വിശക്കുമ്പോ മാത്രമേ കഴിക്കാവൂ നമ്മള്. അല്ലെങ്കിൽ എന്തുവാ? ദഹിക്കൂലടി. ദഹിക്കാത്ത പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ വിശപ്പില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കത്തില്ലെന്ന് ഏട്ടനോട് ആരാ പറഞ്ഞത്? നമ്മുടെ ആൾക്കാരുടെ എല്ലാവരും കുഴപ്പമെന്നറിയാം. നമ്മൾ ഒരു ഉച്ചയായി ഊണ് കഴിക്കണം, നേരം വെളുത്ത് ഊണ്. അങ്ങനെയല്ല, എപ്പോഴാണോ വിശക്കുന്നത് അപ്പം മാത്രം ആഹാരം കഴിക്കുക. ഞാൻ അങ്ങനെയാണ്. ഞാൻ വിശക്കുമ്പോഴേ കഴിക്കുള്ളൂ. ഓ, എന്നിട്ട് ഏട്ടൻ കറക്റ്റ് 1 മണിയാകുമ്പോ തന്നെ ലില്ലി ചോറെടുക്കണേ. അതെനിക്ക് വിശക്കുന്ന സമയത്താണ് ഞാൻ പറയുന്നത്. കറക്റ്റ് സമയമാകുമ്പോ രാവിലെ, ഉച്ചക്ക്, വൈകിട്ടാകുമ്പോ ഏട്ടന് വിശക്കും അല്ലേ? ഇത് മിതഭക്ഷണമാണ്. മിതഭക്ഷണം. നമ്മൾ മരുന്ന് പോലെ ആഹാരം കഴിച്ചാൽ പിന്നീട് ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരില്ല. തീരുവത്. ഞാൻ ആവുന്ന പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി തരാം. അമ്മ ഒരു ബുൾസയല്ലേ. വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞാൻ അതിന് കുരുമുളകും മറ്റേ ഉപ്പൊക്കെ ഇട്ട് എനിക്കേ അറിയുള്ളൂ പാകത്തിനെന്ന് പറഞ്ഞു. ഏട്ടൻ കൂടെ വേണമെന്ന് പറഞ്ഞു. നിനക്കൂടെ നീ ഒന്നും ഉണ്ടാക്കാൻ പറയും. മെമ്പറുടെ വീട് ഇതല്ല, അതാ. എനിക്ക് മെമ്പറിനെ അല്ല കാണണ്ടേ, എനിക്ക് ലില്ലിനെ കാണണ്ടേ. എന്നെയാ? അയ്യോ, എനിക്ക് മനസ്സിലായില്ല. നന്നായിട്ട് നോക്ക്. നീതു അല്ലേ എന്റെ കൂടെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ച? അതെ. എന്റെ പൊന്നേ, എനിക്ക് ഒട്ടും മനസ്സിലായില്ല. കണ്ടിട്ട് ആളാകെ മാറിപ്പോയി. ഭയങ്കര മോഡേൺ അല്ല. ഇതെങ്ങനെ ഈ വീട് കണ്ടുപിടിച്ച്? ദുബായില് അൽ നഹദ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ട്, ഒരു അഡ്രസ് പോലും ഇല്ലാതെ. പിന്നല്ലേ ഈ കുഗ്രാമം. കുഗ്രാമത്തിലൊക്കെ കണ്ടുപിടിക്കാനാ പാട്. എവിടെ നിന്റെ ഹസ്ബൻഡ്? എവിടെ? ഏത് ഹസ്ബൻഡ്? ഗിരീഷോ? ആ, ഗിരീഷ് എന്നല്ലേ പേര്? വന്നിട്ടുണ്ടോ? അതൊക്കെ ഞാൻ വിട്ട്. ഇപ്പൊ ഞാൻ റാഫി എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെയാ. പൊന്നെ, എന്തൊക്കെ പൊട്ടത്തര ഈ പറയണത്. വാ, ഏട്ടൻ കഴിച്ചോണ്ടിരിക്കുക. വെള്ളം എടുത്തു കൊടുക്കണം. എവിടുന്ന് എടുത്തു കൊടുക്കണം? അടുക്കളയിൽ നിന്ന് എടുത്തു കൊടുക്കണം. എന്താ, അയാൾക്ക് കൈയില്ലേ? നിനക്ക് കൈയുള്ളതുപോലെ തന്നെ അയാൾക്കും കൈയുണ്ട്. അതൊക്കെ പറയാന്ന് മാത്രമേ ഉള്ളു കേട്ടാ. വാ. ഒന്നും ശരിയാവത്തില്ല. വാ. ചേച്ചീനെ കാണാനല്ല വന്നത്, എന്നെ കാണാനാ. ഇരിക്കും. ഏട്ടന് മനസ്സിലായി ആരോന്ന്? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഏട്ടൻ നീതു എന്റെ കൂടെ കമ്പ്യൂട്ടർ കോഴ്സിന് പഠിച്ചില്ലേ? നമ്മൾ കല്യാണത്തിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അത് ഏട്ടന് ഓർമ്മയുണ്ട? നമ്മള് സദ്യ കഴിക്കാൻ ഇരുന്നപ്പോഴത്തേക്ക് ഏട്ടനൊരു കാര്യം പറഞ്ഞ് ഓർമ്മയുണ്ട? എന്തായിരുന്നു? ഇത്രയും നാണം കൊണ്ട് ഞാൻ ഒരു വധുവിനെ കണ്ടില്ല. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ നാണോ ഇല്ല, മാനോ ഇല്ല. നീ കൈ കഴുകിട്ട് വാ, കഴിക്കാം. എനിക്ക് വിശന്നിട്ട് വയ്യ, പിന്നെ കൈ കഴുകാൻ പോന്ന്. എന്നും കൈ കഴുകുന്നില്ല, ഒരു ദിവസം കൈ കഴുകുന്ന ഒരു കുഴപ്പമില്ല. ദോശ, സാമ്പാർ. നീ കഴിച്ചോ? ഞാൻ ഏട്ടൻ കഴിച്ചിട്ട് കഴിച്ചാണ്.
അതെന്താ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ടോ ഭർത്താവ് കഴിച്ചതിന് ശേഷം ഭാര്യ കഴിക്കാവുള്ളത്? അതുകൊണ്ടിട്ടല്ലേ എനിക്കിപ്പോ വിശപ്പില്ല, അതാ. പോലീസുകാരെ ഇപ്പൊ ഏത് സ്റ്റേഷനിലാ? ഞാൻ ഇവിടെ പൂജപ്പുര സ്റ്റേഷൻ. കറി കഴി. കുഴപ്പമില്ല, ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഹസ്ബൻഡ് ഒരു വിവരമില്ല. ഞാൻ നമ്പർ പോലും എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്തിട്ടില്ല. അപ്പൊ കുഞ്ഞില്ലേ, കുഞ്ഞും അദ്ദേഹമൊക്കെ ഇപ്പൊ എവിടെയാണ്? ദോശ നല്ല സോഫ്റ്റ് ആണല്ലോടി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ? അത് ലില്ലി നല്ല നല്ല പാചകക്കാരിയാ. അതെന്താ കനകന് പാചകം ഒന്നും അറിയത്തില്ലേ? ലില്ലി മാത്രമേ പാചകം ചെയ്യാൻ പാടുള്ളൂ. മുൾസയിലെ കുരുമുളക് പൊടിച്ച് അധികം വീണു. ഭയങ്കര അമ്മ ഇത് എന്റെ കൂട്ടുകാരിയാ നീതു. എന്റെ കൂടെ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തതാ പണ്ട്. എന്റെ അമ്മാമനാ ഗിരിരാജൻ. കൃഷിയും കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ. ആണോ? നമ്മള് ഹസ്ബൻഡ് ആരെയാ പറഞ്ഞോണ്ടിരുന്ന? അദ്ദേഹം കനകൻ ആരെ ഉദ്ദേശിച്ചേ? എന്റെ ആദ്യത്തെ ഭർത്താവ് ഗിരീഷിനെയാണോ? അതൊക്കെ ഞാൻ വിട്ടു. ഇപ്പൊ 3 വർഷമാവുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അതെന്തേ ഈ ആദ്യത്തെ ഭർത്താവ് കുടിക്കുന്ന ആളാണോ? ആയിരിക്കും. മൂപ്പരോ? കൂടിപ്പോയ നാരങ്ങ വെള്ളം കുടിക്കും. അല്ല, അപ്പൊ ഈ ചെലവിനൊക്കെ തരാറുണ്ടോ? എന്ത് വേണമെന്ന് ചോദിച്ചാൽ മതി, എനിക്ക് അപ്പം വാങ്ങിച്ചു തരും. പിന്നെന്തായിരുന്നു പ്രശ്നം? എനിക്കങ്ങ് ബോറടിച്ച്. ഇതെന്ത് പെണ്ണത്? പിന്നെ മോളില്ലായിരുന്നു അപ്പം. അത് ഗിരീഷിന്റെ കൂടെയാ. അന്ന് നിന്റെ കൂടെ നിർത്താത്തത്? അപ്പൊ എന്റെ സാന്ദ്രയും പോവില്ലേ? എനിക്കിങ്ങനെ പറന്ന് അടിച്ചു പൊളിച്ച് കിടക്കണം. ഇങ്ങനെ ചങ്ങല കെട്ടുള്ള ഒരു ജീവിതം എനിക്ക് പറ്റില്ല. എന്താ പുള്ളിക്കാരൻ ചങ്ങലിട്ട് കൂട്ടുമായിരുന്നോ? എനിക്ക് നല്ല സ്വാതന്ത്ര്യം തരും. പിന്നെ എനിക്ക് ബോറടിച്ചു. എന്തൊരു ഈ പെണ്ണുപിള്ള ഇങ്ങനെ പറഞ്ഞു? ഇങ്ങനെയുള്ളവരൊക്കെയാണ് വിളിച്ചു വീട്ടിലകത്ത് കയറ്റി. അതൊന്നും കുഴപ്പമില്ല, ഓൾഡ് പീസ് അല്ലേ. അതെന്താ ഓൾഡ് പീസ്? അത് തമാശ. അങ്കിൾ ഇവിടെ ഇരിക്കൂ. വേണ്ട, ഇരുത്തണ്ട. ഞാനൊരു കാര്യം പറയാം. പറഞ്ഞോ? ഇത് കേട്ട അങ്കിള് ഞെട്ടും. ഇതിലും മേലെ എന്ത് ഞെട്ടാനാ? പറയേ. ഇരിക്കങ്കിളെ. മോള് പറ. അതെ അങ്കിളെ, ഞാൻ ദുബായില് എന്റെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരാളുടെ കൂടെ ആയിരുന്നു. പേടിക്കണ്ട, എനിക്കതിൽ കുട്ടികളൊന്നുമില്ല. ഞാനെന്തിനടി പേടിക്കണ്? ഇവിടെ നാട് നീളം ആരുടെ കൂടെ വെച്ചാൽ നടന്നിട്ട് പെറ്റ് നടന്നോട്ടെ. എനിക്ക് ചൊറിഞ്ഞു വരണ്ട. സാമ്പാർ ഒഴിച്ച് കഴിക്ക്. വേണ്ട, മതി. കനക കഴിക്കും. ഇതെന്ത് പെണ്ണത്? എന്തോ ചേട്ടാ, നിങ്ങക്ക് വിശക്കുന്നെങ്കിൽ എടുത്ത് കഴിച്ചൂടെ? ഞാൻ ഈ കുഞ്ഞിനൊന്ന് കൊടുക്കട്ടെ? എടി നിന്നല്ല. പിന്നെ ക്ലീറ്റോ അവിടെ? ഇവിടെ ഉണ്ട്. ക്ലീറ്റോ, ഓ ഒന്നും ഇങ്ങോട്ട് വന്നാടേ. ചായ വേണോ? ചായ ഒന്നും വേണ്ട. ചായ ദോശയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് കഴിക്കാച്ചിരിക്കല്ലേ. ഞാൻ അപ്പൊ അതല്ല വന്ന്. അവിടെ ഒരു പെണ്ണ് കയറി വന്നിട്ടുണ്ടടാ. എവിടെ? ലില്ലിയുടെ കൂട്ടുകാരി അത്ര. പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു കണ്ണടയൊക്കെ തൂക്കിയിട്ട് ഒരു കോലം. കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും വീട്ടിൽ കയറ്റരുത്. ഒരു വൃത്തികെട്ട പെണ്ണാടാ. എന്താ നിങ്ങൾ വല്ലതും പറഞ്ഞാ? എന്നൊന്നും പറഞ്ഞില്ല. പ്രശ്നം ലില്ലിയുടെ കൂട്ടുകാരിയല്ലേ അവള്. അപ്പൊ ലില്ലിയുടെ ഭർത്താവിനെ ബഹുമാനമായിട്ട് എന്ത് വിളിക്കണം? സാറേന്നോ കനകേട്ടാന്നൊക്കെ വിളിക്കണ്ടേ? കനകാന്ന് വിളിച്ചേക്കണ്. ഇനി അതും പോട്ടെ, ആണുങ്ങൾ ഒരു വലിയ ഇടപെടുക്കേ. ഇവള് പറയുക, കല്യാണം കഴിച്ച ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് 3 കൊല്ലായി. എന്നിട്ട് ദുബായിലെ വേറൊരു പയ്യനായിട്ട് കല്യാണം ഒന്നും കഴിക്കാണ്ടങ്ങനെ കൂടുതൽ എന്തായാലും എന്ത് ലിവിങ് വിറ്റ് എന്താ അങ്ങനെയായിട്ട് കഴിയാണ്. പക്ഷെ പേടിക്കൊന്നും വേണ്ട അമ്മാവ, എനിക്ക് കുട്ടികളൊന്നും അതിലുണ്ടായിട്ടില്ല. ആദ്യത്തെ ഭാര്യയില് ഭർത്താവിനൊരു കുട്ടിയുണ്ടേ. ഇപ്പൊ ഇവിടെ നിന്നോട് പറയേണ്ട ആവശ്യം എന്താ? ഇവിടെ ആരുടെ കൂടെ പോയിട്ട് നാട്ടിലെ മുഴുവൻ പറ്റിയാർന്ന് എനിക്കെന്താ കുഴപ്പം? ഇതൊന്നും വീട്ടിൽ കയറ്റാൻ പറ്റിയ പെണ്ണല്ല കേട്ടോ അത്. ഞാനൊന്ന് പോയി കണ്ടാലോ? എന്തിനേ? ഇങ്ങനത്തെ സാധനത്തിനൊന്നും കാണാനും കൂട്ടുകൂടാനും വേണ്ട. അത് വന്നിട്ടാണ് പൊക്കോട്ടെ അതിന്റെ പാട്ടില്. എങ്കിൽ ഞാനൊന്ന് പോയി കണ്ടാലേ? ഇതൊന്ന് അതൊന്നും വേണ്ട. ഇതിലിപ്പോ നിങ്ങള് കാണാൻ നിൽക്കണേ? നിങ്ങൾ പെണ്ണുങ്ങളെ കണ്ടിട്ടൊന്നുമില്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്കേ അവളെ ഇങ്ങോട്ട് വരാൻ പറയാം. അന്ന് നമ്മളെയൊക്കെ ഒന്ന് കാണട്ടെ. ഇവിടെ വീട്ടിൽ വന്നല്ലേ? എന്തിന്? ലില്ലിയെ കാണാൻ വന്നല്ലേ? അവിടെ നിന്ന് കണ്ടിട്ടാണ് പൊക്കോളും. ഇങ്ങോട്ടൊന്നും വരണ്ട. ശരി, വരണ്ടേ? എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ആ ഫോണിൽ ഞാൻ പോയി ഒരു ഫോട്ടോ എടുത്തോണ്ട് വരാം.
നീ ഇതാദ്യം തിന്നാ, നിനക്ക് പറ്റണത് ചെയ്യാം, അത് തിന്ന് തീർക്കും കേട്ടാ. പക്ഷെ നാട്ടിലെങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? അവ ഇതൊക്കെ വിദേശത്തൊക്കെ കഴിയുന്ന പിള്ളേരല്ലേ, അപ്പം അവരിങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാലും പെണ്ണല്ലടാ. എന്നാലേ ഞാൻ ലില്ലിയെ കാണുന്നത് പോലെ പോയിട്ട് ഞാനൊന്ന് കണ്ടിട്ട് വരാം. എന്തിനെ? നിങ്ങൾ അവരൊന്ന് കാണട്ടെ. ആ കാണുന്നതൊക്കെ കൊള്ളാം, അവളുടെ സ്വഭാവമായി മാറരുത് അവസാനം. നിങ്ങൾ ഈ കൊച്ചിന് ഇതൊന്ന് വാരി കൊടുക്ക്, ഞാൻ എന്താ വരുന്നത്. ഭായി ഇവിടെ രാഷ്ട്രീയ പ്രമുഖരൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞാരാ ആ മനസ്സിലാക്കാം. കഴിക്കണേടാ. കഴിക്കടാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. അത് ഇതുപോലെ കുടുംബം, കുട്ടികൾ എന്ന് പറഞ്ഞ് ബന്ധിച്ച് കിടക്കാനുള്ളതൊന്നുമല്ല. അതിനെ എൻ്റെ ഇവിടെ ആരും ബന്ധിച്ചിട്ടിട്ടൊന്നുമില്ല. നീ ദുബായ് പോയിട്ടുണ്ടോ? ദുബായിൽ പോകാനായിട്ടൊരു ചാൻസ് വന്നായിരുന്നു, അവിടെ ഡാൻസ് പ്രോഗ്രാമിന്. പക്ഷെ അത് നടന്നില്ല. നീ ദുബായിലെ ഏറ്റവും വലിയ കെട്ടിടം ബുർജ് ഖലീഫ കണ്ടിട്ടുണ്ടോ? എന്ത് രസമാണെന്നറിയോ? അവിടെ വൈകിട്ടാകുമ്പോൾ ലൈറ്റൊക്കെ കത്തി നല്ല വാട്ടർ ഷോ ഒക്കെ ഉണ്ട്. ഇതൊക്കെ നീ കണ്ടിട്ടുണ്ടോ? അന്ന് പോകാൻ പറ്റിയിരുന്നേ അവിടെ കൊണ്ടുപോകായിരുന്നു. അതുപോലെ നീ ലണ്ടൻ ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടോ? പാരീസിൽ പോയിട്ടുണ്ടോ? കാശ്മീർ കണ്ടിട്ടുണ്ടോ? ഓ, ഇതൊന്നും നീ കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് കൊണ്ടുപോയില്ലെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ഞാൻ ഒറ്റയ്ക്ക് പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ എൻ്റെ കൂടെ വാ, നമുക്കിവിടെ എല്ലാം ഒരുമിച്ച് പോവാം, എന്നിട്ട് അടിച്ചു പൊളിക്കാം. അല്ല, ഇവിടെയൊക്കെ പോകണമെങ്കിൽ എന്തോരം പൈസ വേണം. അതിന് നിന്റെ പപ്പ നിനക്ക് വേണ്ടിയിട്ട് ഒത്തിരി സമ്പാദിച്ചു വെച്ചിട്ടില്ലേ? അല്ല, അപ്പൊ ഏട്ടൻ എന്ത് ചെയ്യും? അത് കളയുന്നേ. കളയാനാ? ഏട്ടനെയാ? നീ ഒന്ന് പൊക്കെ അവിടെ നിന്ന്. അതിനെന്താ? അപ്പൊ ഞങ്ങളുടെ 2 മക്കളെ എന്ത് ചെയ്യും? അത് അങ്ങേര് നോക്കിക്കോളൂ. ഇതൊന്നും പറ്റത്തില്ല. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ ഇങ്ങനെ ബന്ധിച്ച് കിടക്കാനുള്ളതല്ല. നീ പട്ടം പറത്തിയിട്ടുണ്ടോ? പട്ടം പണ്ട് ഞങ്ങൾ ഓണമൊക്കെ ആകുമ്പോഴേ കൊടുങ്ങാവിളെ പോയി നിൽക്കും. അപ്പൊ അന്ന് പറമ്പിൽ എവിടെയോ ഇങ്ങനെ പട്ടം പറത്തിയായിട്ടൊക്കെ ഒരു ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് ആ പട്ടത്തിന്റെ ചരട് നിന്റെയിലല്ലായിരുന്നോ? ആ, അതുകൊണ്ട് ആ പട്ടത്തിന് പറക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ പട്ടത്തിന്റെ നൂലൊന്ന് പൊട്ടിച്ചു കളഞ്ഞ അത് ആകാശത്തൂടെ ഒരു ലിമിറ്റേഷൻസും ഇല്ലാതെ അങ്ങ് പാറി പറന്ന് നടക്കും, നല്ല പക്ഷികളെ പോലെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. ആ നൂലങ്ങ് പൊട്ടിച്ചു കളഞ്ഞാൽ നമ്മളും ഒരു പക്ഷികളെ പോലെ ഇങ്ങനെ പറന്ന് നടക്കാം. അത് ലില്ലി, എനിക്കൊരു സാരി എടുക്കണം, എൻ്റെ കൂടെ ഒന്ന് പാടി. ഇപ്പഴാ? അയ്യോ, ഇപ്പൊ പറ്റൂല അമ്മായി. ഇത് അവള് വന്നേക്കുമല്ലേ. ഇതാരാ? എന്റെ കൂടെ പണ്ട് കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തതാ നീതു. നീ നേരത്തെ അമ്മാവനെ പരിചയപ്പെട്ടില്ലേ? ഓൾഡ് പീസിന്റെ. ഇത് അമ്മാവന്റെ ഭാര്യ, ഞങ്ങളുടെ ഗിരിജമ്മായി. ഇത് അമ്മാവിന്റെ ഭാര്യ. ഓ, ഭാര്യ ഭർത്താവ്, എനിക്ക് ആ പേര് കേൾക്കുമ്പോ തന്നെ ഇറിറ്റേഷനാ. അതെന്താ അങ്ങനെ? കേൾക്കാൻ കൊള്ളാവുന്ന വാക്കുകളൊന്നും അല്ലാത്തോണ്ട്. എനിക്കും ലില്ലിക്കും ഇത്തരം വാക്കുകളില്ലെങ്കിൽ ജീവിതമേ ഇല്ല. അല്ലയോടി? ഇപ്പോഴും വെറുതെ കോമഡി പറയുന്ന അമ്മായി. ഇവർക്കേ വലിയ ചീരപ്പാടമുണ്ട്, കൃഷിയാണ്. ചീര മാത്രമല്ല, വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവര് കർണാടകയിലോട്ടും തമിഴ്നാട്ടിലോട്ടും ഒക്കെ ഇത് കയറ്റിയേക്കും. അങ്ങനെ എക്സ്പോർട്ട് വലിയ ബിസിനസ്സാണ്, ഭയങ്കര ബിസിനസ്സാണ്. ഇവിടെ വന്നങ്ങനെ നിൽക്കുകയൊന്നുമില്ല. ഞങ്ങൾ കയ്യും കാലും പിടിക്കണം. അപ്പോഴാണ് അമ്മാവനും കൂടി വരുന്നത്. ഇവിടെ ഓടിച്ചാടി കയറി പോകണം. പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ട് കയറി ചെല്ല്. അവിടെ പിന്നെ അവളോട് കൂടുതൽ കൊഞ്ചാനും കിണങ്ങാനും നിൽക്കണ്ട. ഞാൻ എങ്ങാനും തോളക്കറി ഇരുന്നാല് എൻ്റെ തോളിലൊന്നും ആരും കയറില്ല കേട്ടാ. ഞാൻ പെണ്ണുങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, നീ ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ ആണുങ്ങൾ ദൗർബല്യങ്ങളൊക്കെ ഉള്ളതില്ലേ, അവിടെ നിന്നെങ്ങാനും ഒരു ചായ വന്ന് നമ്മളൊന്ന് കുഞ്ഞു കൊടുത്താൽ ഇത് നിന്റെ അടുത്താണ് എനിക്ക് പറയുന്നത്. നീ ആവശ്യമില്ലാതെ കുഞ്ഞാനും ശരിയാനും നിൽക്കണ്ട. നമ്മൾ ആരാണ്, എന്താണ്, നമ്മളെ നിലയും വില എന്താണെന്നൊക്കെ മനസ്സിലിട്ടോ. മാത്രമല്ല, നമുക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ആ ചിന്തയൊക്കെ മനസ്സിൽ കിടന്നാൽ മതി. പറ്റുമ്പോൾ അത് ഓർക്കണേ. ഓ, പിന്നെ വേറെ കാര്യം പറയാനുള്ളതേ, നമ്മൾ അവളെ കാണാമെന്നാണെന്ന് കനകനെ തോന്നുന്നുണ്ട്, കനകനെ അറിയില്ല. അവനായിട്ട് ഇങ്ങോട്ട് പറയണം, അവിടെ ആള് വന്നു നിന്നുള്ളത് കേട്ടോ. എന്താടേ അവിടെ ഒറ്റയ്ക്കിരുന്നപ്പോ ബോറടിച്ചിട്ടേ. ഒറ്റയ്ക്കാ? രണ്ടുപേരില്ലേ? ആ ഞങ്ങള് രണ്ടുപേരോട് ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴേ. രണ്ടുപേരുടെ ഒറ്റയ്ക്കിരിക്കുക? അങ്ങനെ ഇടേ, 2 പേര് ഒറ്റയ്ക്കിരുന്ന് ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ ഒറ്റപ്പെട്ടാലേ അറിയാൻ പറ്റൂ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവും. അതെ അതെ. അപ്പൊ അങ്ങനെ
തക്കുടു ഇങ്ങോട്ട് വന്നോ? ആ തത്താക്കുടുക അല്ല തക്കുടു മോൻ. മോനെ അവൻ അവിടെ കാണാനില്ല, അവൻ ഇങ്ങോട്ട്. ഇവിടെ ഇടയ്ക്കാണ്ട് നിൽക്കുന്നുണ്ട്. അത് അങ്ങോട്ട് പോയാ എവിടെ കാണും. ആ അമ്മാവനാ അമ്മാവൻ. എന്ത് കാര്യം എന്താ? അല്ല, അവനെ കണ്ടൊരു കാര്യം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? തന്നെ തലയ്ക്കൊരു കുഴപ്പമുണ്ടടാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളും? നീ ഈ നാട്ടിൽ നിന്നുള്ളല്ലേടാ, നീ കുറച്ചും കൂടെ പോയല്ലേ ഉള്ളു. വിശേഷങ്ങൾ ഉണ്ടാവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ മറ്റു സെക്കൻഡുകൾ പോരെ, അതുകൊണ്ട് കാര്യങ്ങൾ മാറി മറിയാനും ഏത് ഇവിടെ ചിലപ്പോ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയും. അമ്മാവ് സുഖല്ലേ? അന്നെന്തിനാന്ന് മനസ്സിലായി? അന്നെന്തിനാന്ന് മനസ്സിലായി? എന്ത് അമ്മാവനെ കണ്ടൊരു അത് കുശലം അകത്തുണ്ട്. ആര്? നിങ്ങൾ കാണാൻ വന്ന അവതാരം. അതാര്? പറഞ്ഞേടാ. ഓഹോ, അത് പോയില്ലേ അത്? അയ്യേ, പറഞ്ഞേട്ടിട്ട് തന്നെ കാണാൻ ഒരു താല്പര്യം. അങ്ങനെയുള്ള കച്ചറ ടീമിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നത് അവിടെ? ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഉറങ്ങണ്. ആ ഗിരിജയുടെയും ലില്ലിയുടെയും കൂടെ എൻ്റെ റൂമിൽ പോയിരുന്നിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നത്. ആണാ? പുഞ്ചിരിക്ക് മാറ്റുകൂട്ടാൻ ജെറൂഷ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ജെറൂഷ് അലൈൻ. പല്ലിലെ നിരതെറ്റിയ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി സുരക്ഷിതവും വേദനയില്ലാത്തതുമായ ചികിത്സ, അഡ്വാൻസ്ഡ് ക്ലിയർ അലൈനറുകൾ. ചിരിക്കാൻ ഇനി മടിവേണ്ട, നിങ്ങളുടെ പുഞ്ചിരി ഞങ്ങളുടെ ഉത്തരവാദിത്വം. സൂപ്പർ ആയിരുന്നു. ആന്റി ആന്റി പട്ടം പറത്തിയിട്ടുണ്ടോ? എന്തോന്ന്? അമ്മായി പട്ടമില്ലേ, നമ്മൾ പറത്തൂല്ലേ ഓണമൊക്കെ ആകുമ്പോ, അത് പറത്തിട്ടുണ്ടെന്നാ ചോദിച്ചത്. പോയടാ പെണ്ണ്? ആ പെണ്ണ് പോയാ? പോയി. എന്ത് വൃത്തികെട്ട സാധനം, അതെന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്ന്? ലില്ലിയുടെ കൂട്ടുകാരിയല്ലേ, അപ്പൊ അവൾക്ക് തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേക്ക് കൂട്ടുകാരിയെ കാണണമെന്ന് തോന്നി, അവളിങ്ങോട്ട് വന്നു. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് ഞാൻ. നൊന്തു പറ്റ കുട്ടീനെ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ താമസിക്കുക. അവളെ ഇഷ്ടം പോലെ ജീവിച്ച്, അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ഇഷ്ടമാണ് അത്? എന്നാലും 10 മാസം ചുമന്ന് പറ്റൊരു കുട്ടിയല്ലേ, അതിനെ കാണാണ്ടൊക്കെ ഇരിക്കുക. കുറച്ചു കാലം കൂടെ താമസിച്ച ഭർത്താവിനെ കാണാണ്ടിരിക്കുക. ഈ ആൾക്കാർ ഷർട്ട് ഊരി മാറ്റുന്ന പോലെ ചെക്കന്മാരുടെ കൂടെ താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ കൾച്ചറിനെ പറ്റിയതാ. കാലമൊക്കെ മാറിപ്പോയി അമ്മ, പണ്ടത്തെ കാലമൊന്നുമല്ല. ഇപ്പൊ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോ തന്നെ അച്ഛനമ്മമാരെ എന്നെ പറഞ്ഞു വിടാറുണ്ട്, നിനക്ക് അവിടെ പൊരുത്തപ്പെടാൻ പറ്റുമെങ്കിൽ പൊരുത്തപ്പെട്ടാൽ മതി, ഇല്ലെങ്കിൽ വന്നോളാന്നാ പറയണത്. അങ്ങനെയല്ലേ പറഞ്ഞു വിടുന്നത് ഇപ്പൊ തന്നെ. പഴയ കണക്ക് ആരും സഹിച്ച് ക്ഷമിച്ചത് നിൽക്കൂല അമ്മാവ. കുട്ടികളൊക്കെ മാറിപ്പോയി, കാലം മാറി, എല്ലാം മാറി. ഇപ്പൊ ഉള്ള കണക്കങ്ങ് ജീവിച്ചു പോ, അത്ര തന്നെ. എന്നാലും അതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ വിചാരിച്ചാലൊന്നും മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ട്? എന്താണ്? ഒന്നുമില്ലടേ, നീയേ ഇച്ചിരി കട്ടനും എടുത്തോ. അതല്ല, എന്തുവാ? ഒരു തേയിലുള്ള ഇടാനും. ഏത് ഭരണഘടനയായിട്ടാ എഴുതി വെച്ചിരിക്കുന്നത് സ്ത്രീകൾ പുരുഷന്മാർക്ക് ചായ ഇട്ട് കൊടുക്കണമെന്ന്? ഒരു ചായ ഇടാൻ നിങ്ങൾക്ക് പറ്റൂലേ? അല്ലെ തന്നെ ഈ ചായ ഇടുന്നത് എന്തൊരു എളുപ്പമായിട്ടാ.
ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണം, അത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തേയിലപ്പൊടി ഇടണം, പഞ്ചസാര ഇടണം, അരിച്ചു കുടിക്കണം. ഇത്രയല്ലേ ഉള്ളൂ. ഇതിനൊക്കെ ഈ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടാ? ഏട്ടനെ സ്വന്തമായിട്ട് ചെയ്തുകൂടെ? അമ്മാവനും പറ്റും. ആ, അല്ലാതെ എല്ലാത്തിനും ലില്ലി 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 ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. നീ എവിടേക്കാ? അവിടെ ഇരിക്കടാ. ഞാനല്ലേ പറഞ്ഞ ഇരിക്കേ. അല്ല ശരിയല്ലല്ലോ അമ്മ അത്. ഇരിക്കേ. അവളെന്താ അങ്ങനെ പറഞ്ഞത്? കുറച്ചുമ്പോ ഗിരിജനോട് പറയണേ, ആണുങ്ങളുടെ ആരുടെയും സഹായം ഇല്ലാണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് കാശ്മീർ പോകണം, പറ്റെങ്കിൽ ദുബായി പോകണം, എല്ലാവരും കറങ്ങിയിട്ട് വരണം. ഇതൊക്കെ ആ വന്നവളുടെ കാറ്റാ. ബഹളം ഉണ്ടാക്കിയിട്ട് അങ്ങ് പോയല്ലേ? ആ അവള് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഒരു വിധത്തിലൊക്കെ ശരിയാ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും ഭർത്താക്കന്മാരെയോട്ട് കുഞ്ഞു കുഞ്ഞു ജോലി ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഭർത്താവിനെയും കുഞ്ഞിനെയൊക്കെ കളഞ്ഞ് കണ്ട ആണുങ്ങളുടെ കറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മായി, ഈ കൊച്ചി ഇങ്ങനെയല്ലായിരുന്നു പഠിക്കുന്ന സമയത്ത്. എന്തൊരു പാവമായിരുന്നറിയോ. ഒരു മനുഷ്യന്റെ മുഖത്തോട്ട് നോക്കത്തില്ല. ഇതാ ക്ലാസ്സിലുണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഞാനോട്ട് ഭയങ്കര കൂട്ടായിരുന്നു. 2-3 ചെറുക്കന്മാരൊക്കെ കാണാൻ നല്ല സുന്ദരിയാണ്. അപ്പൊ 2-3 ചെറുക്കന്മാരൊക്കെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. ഒരുത്തരെ ഇവള് നോക്കത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്നു കൊച്ചി. ഇത് എങ്ങനെ മാറിപ്പോയെന്നാ ഞാൻ ആലോചിക്കണത്. കാണാൻ നല്ലൊരു പെങ്കൊച്ച്, കൊച്ചൊരു പെങ്കൊച്ചല്ലേ. ഇവളുടെ വീടിൻ്റെ അടുത്ത് എൻ്റെ വേറൊരു കൂട്ടുകാരുണ്ടായിരുന്നു, അനിത എന്നും പറഞ്ഞുകൊണ്ട്. അനിത ഇവളും കൂടെ ഒന്നിച്ചാ വന്നുകൊണ്ടിരുന്നത്. അനിതയ്ക്ക് ഇവളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റി. ഇവൾ എന്താ ഇങ്ങനെ നടക്കണേന്ന് ചില കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മായി. ഒരുത്തന്നെ പറഞ്ഞിട്ട് അടുത്തതിനെ പിടിച്ച് നിങ്ങൾ അങ്ങനത്തെ കൊച്ചല്ല. ഞാൻ അനിതേനെ വിളിച്ചോട്ടെ. അനിത എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അതിന്റെ നമ്പർ എൻ്റെ ഉണ്ട്. അനിത ഇത് തന്നെയാന്ന് തോന്നുന്നു. ഹലോ അനിതേ, ഞാനാ ലില്ലിയ. എന്തുണ്ട്? ഓ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി. നമ്മളോട് പഠിച്ച നീതു ഇല്ലേ, ആ നിന്റെ വീടിൻ്റെ അടുത്തുള്ള അവൾ ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇല്ലെന്നേ, വീടൊക്കെ തപ്പി പിടിച്ച് വന്നു. എനിക്കങ്ങ് സർപ്രൈസ് ആയിപ്പോയി ഇവിടെ വന്നപ്പോഴത്തേക്ക്. എനിക്കാണെങ്കിൽ ആദ്യം കണ്ടപ്പോഴത്തേക്കും മനസ്സിലായുമില്ല. ആളാകെ മാറിപ്പോയി, പഴയ ആളെയല്ല. ആന്ന് ഞാനും അതുതന്നെ പറയാണ്. എന്താന്ന് അവക്ക് പറ്റിയത്? ഞാനപ്പോ നിന്റെ വീട് അടുത്താണല്ലോ, അവളുടെ വീടിന്റെ അടുത്തല്ലേ, അതാ ഞാൻ ചോദിച്ചത്. ആ ഗിരീഷുമായിട്ട് ആണാ? ഓ അല്ല, അപ്പൊ പിന്നെ ദുബായിക്ക് പോയിന്ന് പറഞ്ഞ്? അതെന്നോട് പറഞ്ഞു അവിടെ ഒരാളുടെ കൂടെ ആയിരുന്നെന്ന്. ആണോ? അയ്യോ, അപ്പൊ വീട്ടിലല്ലേ ഇപ്പം? എനിക്കതാ തോന്നിയത്. ഈ കൊച്ചിന്റെ സംസാരത്തില്ലേ പഴയ പോലെ അല്ല അനിതേ. ആളാകെ മാറി ഒരു കിളി പോയ ടൈപ്പായി. ഓ ശരി. ഞാൻ വിളിക്കാട്ടാ നിന്നെ. ശരി ഓക്കെ. എന്റെ അമ്മായി, കൊച്ചു കിളി പറന്ന് നടക്കുക. ഇവളെ ആദ്യം കല്യാണം കഴിച്ചത് ഒരു ഗിരീഷിനെ കല്യാണം കഴിച്ചപ്പോ ഞാനും ഏട്ടനും ഒക്കെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഗിരീഷിനെ കല്യാണം കഴിച്ച് ഗിരീഷ് ഇരിക്കുമ്പോ തന്നെ ഇവക്ക് വേറൊരാളോട് പ്രേമം. ഗിരീഷിനെ കളഞ്ഞിട്ട് നേരെ അവൾ അടുത്തതിലോട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവക്കത് ബോറടിച്ച്. അപ്പൊ അവനെ കളഞ്ഞിട്ട് നേരെ ഗിരീഷിന്റെ അടുത്തോട്ട് തിരിച്ചു ചെന്ന്. അപ്പൊ ഗിരീഷ് പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് തീർത്തു പറഞ്ഞു. നന്നായി. ഇവള് പിന്നെ ഏതാണ്ട് കോഴ്സൊക്കെ പഠിച്ച് നേരെ ദുബായിക്ക് വിട്ട്. അവിടെ അവള് ജോലി എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അവിടെ വേറൊരുത്തനുണ്ടായിരുന്നു, അവനുമായിട്ട് ലിവിങ് ടുഗദർ ആയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അവന് തിരിച്ച് ബോറടിച്ചിട്ടുണ്ടാവും. അവനാണെങ്കിൽ തന്നി ഫ്രോഡുമായിരുന്നു. ഇവളുടെ കയ്യിലെ സ്വർണവും പൈസയൊക്കെ അടിച്ചു മാറിയിട്ട് അവനങ്ങ് മുങ്ങി. പിന്നെ ഇവക്ക് നാട്ടിലോട്ട് തിരിച്ചു വരാൻ പോലും ഗതിയില്ലാതെ ആരുടെയൊക്കെ കയ്യും കാലം പിടിച്ചിട്ടാ നാട്ടിലോട്ട് വന്നേന്ന്. ഇപ്പൊ എന്നിട്ട് നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ, ആകെ കിളി പോയി നടക്കുകയെന്ന്. വീട്ടുകാരും കിട്ടുന്നില്ല, നാട്ടുകാരും അടുപ്പിക്കുന്നില്ല എന്ന്.
ഇങ്ങനെ നടക്കുന്നവർക്കൊക്കെ ഇത് തന്നെ അവസാനം. എന്റെ ദൈവം, ഈ കൊച്ചിത് ഇങ്ങനെ മാറിപ്പോയിന്നാ ഞാൻ ആലോചിക്കുന്ന. ആ അനിതനെ വിളിക്കാൻ തോന്നിയത് നന്നായല്ലേ. ആ ദൈവമേ. ഇങ്ങനെയുണ്ടല്ലോ പിള്ളേര്. അമ്മായി ഒന്ന് മാറിക്കേ, മാറിക്കേ. അല്ലേ, ഒരു കട്ടൻ ഇടട്ടെ. എടി, ആ ഒരു ഗ്ലാസും കൂടെ ചായ എടുക്കടേ. അതാർക്കാ? ചേട്ടൻ ചായ എടുക്കാൻ പറഞ്ഞയച്ചതാ. ഒരു ഗ്ലാസ് കൊണ്ട് ഇടണം. എടി, അവള് പറഞ്ഞില്ലേ ഒരു പിടിപെട്ടുപോയ പട്ടത്തെ കുറിച്ച്. അതെവിടെ ചെന്ന് നിൽക്കൂടി? അത് വല്ല കിളി കൊത്തിയോ അല്ലെങ്കിൽ മഴയത്തൊക്കെ എവിടെയെങ്കിലും മൂക്കും കുത്തി താഴെ വീണോളും. അങ്ങനെ മൂക്കൂത്തി വീണതായിരിക്കും അവള്. അവൾ കുറച്ചു നേരം കൂടെ ഇവിടെ നിന്നിരുന്നെങ്കിലേ നമ്മളും മൂക്കും കുത്തി എവിടെയെങ്കിലും ചെന്ന് വീണേനെ. ശോ. Audience.